റോഡിൽ വെച്ചേ നിന്നെയും കൂട്ടുകാരിയെയും കുറച്ച് പൂവാലന്മാർ ഉപദ്രവിക്കാൻ വന്നത് നേരാണോ? അതെ, നേരാണല്ലോ. ആ പൂവാലന്മാരെ നേരിട്ടതും പിടിച്ചു കെട്ടിയതും പോലീസിനെ ഏൽപ്പിച്ചതും ആരാ? പറയാനു ആരാവന്മാരെ അടിച്ചു വീഴ്ത്തിയത്? അതിനിത്ര ആലോചിക്കുന്നത് എന്തിനാ? അനുവും ആ സംഭവത്തില് ഭാഗമായിരുന്നില്ലേ? കൃത്യമായ മറുപടി പറഞ്ഞോളൂ. സത്യം പറയണമെന്ന് മാത്രം. ആരാ നിങ്ങൾ രക്ഷിച്ചത്? അത് ചാരു ചേച്ചിയാ. ഓക്കെ, വെരി ഗുഡ്. ചായ. ഇവർക്കൊക്കെ ഒരു ഡൗട്ട്. അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ടാവാം ചായ. ആയിരപ്പറയിലെ അവസാന സന്തതിയെ ചില അലവലാദികൾ തെരുവിൽ വെച്ച് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഒരു സ്ത്രീയുടെ സമയോചിതമായ ഇടപെടലിൽ അവളെയും അവളുടെ സുഹൃത്തുക്കളെയും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തുന്നു. ആ വാർത്ത ചാനലുകളിലൂടെയും വായ്മൊഴിയായും നാട്ടിൽ പ്രചരിക്കുന്നു. എന്റെ ചോദ്യം ഇത്രമാത്രം. അനുവിനെ ഇന്നലെ സഹായിച്ച ആ സ്ത്രീയുടെ പേരെന്താ? ഇതേ ചോദ്യം ഞാൻ അനുവിനോട് ചോദിച്ചു. കൃത്യമായൊരു ഉത്തരവ് അനു പറഞ്ഞു. ഇനി അതേ ഉത്തരം തന്നെയാണോ ചാരുവിനും പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ് ചോദ്യം ആവർത്തിച്ചത്. ശ്രേയ, ഞാൻ വേറൊന്നിനു വേണ്ടിയല്ല അന്നങ്ങനെ പറഞ്ഞത്. ശ്രേയക്ക് ഈ കുടുംബമായിട്ടൊരു ആത്മബന്ധവും സ്നേഹവും ഉണ്ടെന്ന് എല്ലാവർക്കും തോന്നിക്കോട്ടെ എന്ന് കരുതി. അതിനെ തെറ്റിദ്ധരിക്കരുത്. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതല്ല. ഒറ്റ വാക്കിൽ മറുപടി പറയാം. ഒറ്റ പേരിൽ ഉത്തരം തീരണം. അനുവിനെ രക്ഷിച്ചത് ആര്? അത് ഞാനാ. ഞാൻ അന്നങ്ങനെ പറഞ്ഞത് ശ്രേയ കളിയാക്കാൻ വേണ്ടിയൊന്നുമല്ല. എല്ലാവർക്കും നിന്നോടൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിക്കോട്ടെ എന്ന് കരുതി.
അനു സത്യം വിളിച്ചു പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തെറ്റാ ഞാൻ ചെയ്തത്. ശ്രേയനോട് ക്ഷമിക്കണം. എന്താ നീ കാണിക്കുന്നേ? മിണ്ടാതെ അവിടെ ഞാൻ നിന്നോണം. എന്താടാ, എന്താ പ്രശ്നം? അച്ഛാ, ഇവളീ ചെയ്ത് കണ്ടില്ലേ? ചാരു ചായ കൊണ്ട് കൊടുത്തപ്പോ അത് തട്ടിത്തെറിപ്പിച്ചേക്കുന്നു. എന്താ ശ്രേയ ഇത്? ഈ കുടുംബത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി അടങ്ങുന്നുള്ള വാശിയാണോ നിനക്ക്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. ഒരു ചായ തട്ടി തെറിപ്പിച്ചതൊന്നുമല്ല ഇപ്പോഴത്തെ വലിയ കാര്യം. ഇതിന് ആദ്യം ഒരു തീരുമാനം ഉണ്ടാവട്ടെ. നിനക്കിപ്പോ എന്തിനാ തീരുമാനം ഉണ്ടാക്കേണ്ടത്? അച്ഛാ, അച്ഛനൊന്ന് അടങ്ങിയിരിക്കോ? ചില സത്യങ്ങൾ ഇവിടെ പുറത്തു വന്നേ പറ്റൂ. ശ്രേയ, ഇതിന് ഉത്തരം പറയേണ്ടത് നീയാ. ഇവര് രണ്ടുപേരും പറഞ്ഞത് സത്യമാണോ? ആയിരപ്പറ കുടുംബത്തിൽ ഇത്രയും വലിയ അഭിനേതാക്കൾ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തൊരു നാടകമായിരുന്നു! എത്ര മനോഹരമായിട്ട് അവർ തിരക്കഥ തയ്യാറാക്കിയേക്കുന്നത്. ഒരു കുടുംബത്തിൽ ജീവിച്ചിട്ട് മനുഷ്യന് മറ്റൊരാളുടെ പേരില് ഇങ്ങനെയൊക്കെ ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റുമോ? നടന്ന സംഭവം എന്താന്ന് വെച്ചാ മോൾ അങ്ങോട്ട് തുറന്നു പറഞ്ഞേക്കേ. ഒരാളെയും രക്ഷിച്ചതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. ഇനി അനുവെന്നല്ല, ഏതൊരു പെണ്ണായാലും എന്റെ മുന്നിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നത് കണ്ട ഞാൻ ഇടപെടും. എന്നെ കൊണ്ട് പറ്റിയ രക്ഷിക്കും. അത് ചാനലുകൾക്ക് മുന്നിൽ ചെന്ന് നിന്ന് വീമ്പിളക്കാനും അതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനൊന്നും ഞാൻ നിന്ന് കൊടുക്കാറില്ല. ഇപ്പോ നീ കളിച്ച ഈ കളിയുണ്ടല്ലോ, അതൊരു തറപ്പണിയാണ് മോളെ. ഇവിടെ എന്താ പ്രശ്നം? മേഡം